ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാനൊരു മധുരപ്പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ്. എന്ന് വെച്ചാൽ കൈതച്ചക്ക കൊണ്ട് പച്ചടി. ഒരു ചെറിയ കഷ്ണം കൈതച്ചക്ക എടുത്ത് ചെറിയ ചെറിയ പീസുകളാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടിയാണ്. ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ചെറിയൊരു കഷ്ണം ഞാൻ മുറിച്ചെടുക്കും. അത് മുറിച്ചെടുത്തിനില്ല, വേവിക്കാൻ വെക്കുമ്പോൾ ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പം ഞാൻ പച്ചമുളക് ഇതിലേക്ക് മുറിച്ചിട്ടിട്ട് വേവിക്കുന്നതാണ്. പിന്നെ പച്ചടിക്ക് ഞാൻ മഞ്ഞളൊന്നും ഇടുന്നില്ല, ചുവന്ന മുളക് ഇടുന്നില്ല, വെറും പച്ചമുളക് മാത്രം. പച്ചടിക്ക് നമ്മൾ മഞ്ഞളൊന്നും ഇടില്ല. അപ്പോൾ ഇതിന് മധുരമാണ് ഉണ്ടാവുക. കൈതച്ചക്കേനെ കൊണ്ടാക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് മധുരപ്പച്ചടി. കുറച്ച് ലാസ്റ്റ് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പഞ്ചസാരയും കൂടി ഒന്നിട്ട് കൊടുക്കും, മധുരം ഇല്ലെന്ന് തോന്നുന്നെങ്കിൽ. ചിലവർ ബെല്ലാണ് ഇട്ട് കൊടുക്കുക, ഞാൻ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് മധുരപ്പച്ചടി ആയതുകൊണ്ട്. പിന്നെ മുന്തിരി ഉണ്ടെങ്കിൽ മുന്തിരി ഇട്ട് കൊടുക്കുക. അങ്ങനെയെല്ലാം ഉള്ള പച്ചടിയാണ്. ഞാൻ ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്, കറുത്ത ഉണക്ക മുന്തിരി. അതുകൂടി ഉണ്ട്, വാങ്ങിക്കൊണ്ടാച്ചാൽ തോന്നുന്നുണ്ട്, നോക്കണം. ഉണ്ടെങ്കിൽ അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കും. അപ്പം ഞാനിത് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെക്കട്ടെ. ഇതാ ഗൈസ്, കറുത്ത മുന്തിരി ഉണ്ട്, ഞാൻ വിചാരിച്ചില്ലാന്ന്. അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പം ഞാൻ ഇതിലേക്ക് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. കൈതച്ചക്ക വേവാൻ ഉള്ള വെള്ളം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ ആവശ്യത്തിന്. അപ്പോൾ ഗ്യാസ് കത്തിക്കട്ടെ. നമ്മളെ കൈതച്ചക്ക അടുപ്പത്ത് വെച്ചെടുക്കും. അപ്പോൾ ഇതവിടെ നിന്നാവുമ്പോഴത്തേക്ക് ഞാൻ വേഗം തേങ്ങ അരച്ചിട്ട് വരുന്നു. ഇഞ്ചിയും കൂടി അതിലേക്ക് മുറിച്ചിട്ട് കൊടുത്തേക്കാം, ഒരു ചെറിയൊരു പീസ്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അത് മുറിച്ചിടാൻ മറന്നു പോയിനല്ലോ, പച്ചമുളകിൻ്റെ കൂടെ തന്നെ അതും കൂടി വേണ്ടതാണ്. അപ്പോൾ ഞാനിതിലേക്ക് മുറിച്ചിടുന്നുണ്ട്. അപ്പോൾ അത് മുറിച്ചിട്ടു. ഇനി ഞാൻ തേങ്ങ അരച്ചിട്ട് വരുന്നു. അപ്പം ഞാൻ എൻ്റെ കൈതച്ചക്ക വെന്തോ നോക്കട്ടെ ഗൈസ്. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ലേശം കൂടിയുണ്ട്, ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. എന്നിട്ട് നമുക്ക് വാങ്ങി വെക്കണം. തണിഞ്ഞതിൻ്റെ ശേഷം മാത്രമാണ് തൈരും തേങ്ങയെല്ലാം ചേർക്കുക. അപ്പോൾ ഇതവിടെ ഇരുന്ന് വേവട്ടെ. അടച്ചു വെക്കാം. അപ്പോൾ ഇതാ ഗൈസ്, കൈതച്ചക്കേൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ തീ ഓഫാക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിത് തണിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടി. അപ്പോൾ പാത്രത്തിലേക്ക് മാറ്റട്ടെ.
ഇത് തണിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങയും തൈരും എല്ലാം ചേർക്കണം. അപ്പോൾ ഇതവിടെ തണിയട്ടെ. അപ്പോൾ ഗൈസ്, എൻ്റെ കൈതച്ചക്ക ഇതാ നല്ല അടിപൊളിയായിട്ട് തണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് അരച്ച് വെച്ച തേങ്ങയെല്ലാം ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈരും കൂടി ചേർത്ത് കൊടുക്കട്ടെ. തൈരും ചേർത്ത് കൊടുത്തു. അപ്പം എല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കാം. വേറെ ഇതിൽ ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ലേ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം പോലെ ആയിപ്പോവും. പച്ചടി അധികം വെള്ളം പാടില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമുക്കിനി ഉപ്പുണ്ടോ നോക്കാം. ഉപ്പ് കുറച്ച് കുറവാണ് ഗൈസ്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ലേശം ഉപ്പിട്ട് കൊടുത്തു. ഒന്നുകൂടി ഇളക്കാം. അപ്പോൾ ഇനി നമുക്ക് പച്ചടിക്ക് വേണ്ട വറവ് റെഡിയാക്കണം. ഉപ്പ് പാകത്തിനായി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് വറവ് റെഡിയാക്കാം. കത്തിക്കട്ടെ. കഴുകിയെടുത്തു. വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. ഇനി അപ്പം നമുക്ക് ഇതിന് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാനിതാ 1 സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ടേ. അത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാം കൂടി മിക്സ് ചെയ്യണം. മധുരപ്പച്ചടിയാണല്ലോ. അപ്പം ഈ മധുരമാണല്ലോ വേണ്ടത്, കൂടുതൽ മധുരം. പിന്നെ തൈരിൻ്റെ ചെറിയൊരു പുളി, പിന്നെ മുളകിൻ്റെ എരിവ്, അത്രയാണ് വേണ്ടത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ടേ. വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി കടുകിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ കായുമ്പം നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ കടുകിട്ട് പൊട്ടട്ടെ. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി വറ്റൽ മുളക് ഇട്ട് കൊടുക്കട്ടെ. കറിവേപ്പില, അപ്പോൾ ഇത് എടുത്ത് മുന്തിരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീ ഓഫാക്കാം. അപ്പോൾ നമുക്ക് പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ വറവെല്ലാം. അപ്പോൾ ഇതാ ഗൈസ്, പച്ചടിക്കുള്ള വറവെല്ലാം റെഡിയാക്കി നമ്മളെ മധുരപ്പച്ചടി ഇതാ ഇവിടെ റെഡിയായിരിക്കുകയാണ്. കണ്ടല്ലോ. നമ്മളെ മധുരപ്പച്ചടിയാണിത്. കൈതച്ചക്ക കൊണ്ട് ഉണ്ടാക്കിയതാണ്.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനെന്ന് വിചാരിക്കുന്നു. കണ്ടല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.